രാവിലെ 11 മണിക്ക് ഞാൻ ഈ ചിന്തിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? വേറൊന്നുമല്ല, കുറച്ചധികം ദിവസമായിട്ട് വിചാരിക്കുന്നു അലമാരയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും ഞാനതിങ്ങനെ വിചാരിക്കും, പക്ഷെ ചെയ്യാൻ നല്ല മടിയായിരിക്കും. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ നേരത്തെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അലമാരയിൽ നിന്ന് വന്നിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്ത് അങ്ങ് ബെഡിലേക്ക് ഇട്ടു. അപ്പോൾ പിന്നെ വേറെ നിവർത്തിയില്ലല്ലോ, എന്ത് തന്നെയായാലും ഞാൻ ആ ജോലി ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ട്രിക്ക് ചെയ്ത് നോക്കിയതാണ്. അതിലേ നടക്കൂ. ഇതുപോലെ ഒരു തവണ ചെയ്ത് നോക്കിയിട്ട് തീരെ ഒരു മൂഡ് വരാതായപ്പോൾ അത് അങ്ങനെ എടുത്ത് ഞാൻ അലമാരിയുടെ അകത്ത് തന്നെ ഇട്ടിട്ട് അവിടെ നിന്നും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത്. നമ്മൾ ഈ ഒരു മൂഡും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു മൈൻഡ് എങ്ങനെയാണോ അത് നമുക്ക് നമ്മുടെ റൂമിലും നമ്മുടെ അലമാരിയിലൊക്കെ കാണാമെന്ന് പറയുന്നത് വളരെ വലിയ സത്യമാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൂഡൊന്നും ശരിയില്ല, അങ്ങനെ വരുന്ന സമയത്തൊക്കെയാണ് ഞാൻ പൊതുവേ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ വെക്കാതെ വലിച്ചു വാരി ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ അലമാരയിലായിട്ട് കുറച്ചധികം പണികളുണ്ട്. നമുക്ക് കാണുമ്പോൾ വിചാരിക്കും തുണി മടക്കാനല്ലേ ഈസി ആയിരിക്കുന്നത്, പക്ഷെ അത് അത്ര ഈസി അല്ല. തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ ഞാനൊരു ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും ഐഡിയ കിട്ടുന്നില്ല. മഴക്കാലം ആയതുകൊണ്ട് റൂമിലെ അയലുകളൊക്കെ പൊന്തിയിട്ടുണ്ട്, ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പോൾ ഉള്ള അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിപ്പോൾ എന്ത് ചെയ്യും, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ട് ഇതിപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ ഇതിൽ ഓരോ ഐറ്റംസ് നമ്മൾ കുറേ കാലമായിട്ട് കാണാത്തതും കാണാതെ പോയതും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ അടുക്കി ഇങ്ങനെ ബാക്കിലൊക്കെ വരുന്നത് നമുക്ക് എപ്പോഴും ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നും കിടന്നും ഒക്കെ ഓർത്തു ഇനിയിപ്പോൾ തുടങ്ങണം. അതിങ്ങനെ മടക്കി തുടങ്ങാനുള്ള ഒരു മൂഡ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇനിയിപ്പോൾ വേറെ വഴിയില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് കുറച്ച് മുമ്പ് ഒരു 2-3 കൊല്ലത്തിന് മുമ്പുള്ള ഡ്രസ്സാണ്. ഇങ്ങനെയുള്ള പാർട്ടി വെയറും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അധികമൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല. എപ്പോഴെങ്കിലും അങ്ങനത്തെ ഫങ്ഷനൊക്കെ പൊതുവേ എനിക്ക് ഈ പാർട്ടി വെയർ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ കാഷ്വൽസ് ചെയ്യാൻ അധികം മേടിക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ അവിടെ ഇങ്ങനെ കിടക്കും, അധികം യൂസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടാറില്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഗ്രാൻഡ് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കണം, അപ്പോൾ മാത്രമേ നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുള്ളൂ. അപ്പം ഞാനത് വെറുതെ ഒന്ന് അതെന്താ ഫിറ്റാണോ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഈ ബ്ലാക്ക് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ്. ഞാൻ അങ്ങനത്തെ ഒരു പാറ്റേൺ ഡ്രസ്സൊന്നും ഇടാത്ത ആളാണ്. പക്ഷേ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അങ്ങ് തുടങ്ങി. നമ്മൾ അധികം യൂസ് ചെയ്യാത്തത് കുറേ അങ്ങ് ഒഴിവാക്കാമെന്നൊക്കെ കരുതിയാലും പിന്നെ വിചാരിക്കുക ഇനി നാളെ മെലിയുമ്പോൾ എല്ലാവരുടെ അലമാരയിലുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് മെലിഞ്ഞ് കഴിയുമ്പോൾ യൂസ് ചെയ്യാമല്ലോ, കളയണ്ടല്ലോ, അങ്ങനെ കരുതി വെക്കുന്ന ഡ്രസ്സൊക്കെ കുറച്ചൊന്ന് താഴത്ത് കൊണ്ടുപോയി വെക്കും. അടിയിൽ കുറച്ച് ബാക്കിലായിട്ട് അങ്ങ് വെക്കും. അത് പിന്നെ യൂസ് ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അലമാരിയിൽ ഒരു 4-5 വർഷത്തോളമായിട്ട് ഇരിക്കുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ സെക്ഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഏട്ടൻ്റെതാണ്. അതിപ്പോൾ ഞാൻ എത്ര ക്ലീൻ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ആൾ പറയാറ് ഇങ്ങനെ ഒതുക്കി വെച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ അകത്തുനിന്നൊക്കെ എടുക്കുക എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ വെക്കാനൊരു ഓപ്ഷൻ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഞാനിത് ഇടയ്ക്കിടയ്ക്ക് മടക്കും. ആളൊന്നെടുക്കുമ്പോൾ എടുക്കുന്നത് അടിയിൽ നിന്നാണെങ്കിൽ അതെല്ലാം കൂടെ അങ്ങ് വരും. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും അതൊന്നായിട്ട് എടുത്ത് മാറ്റി വെച്ച്, അല്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് പറയണം. അപ്പോൾ കുറച്ച് ദിവസം ഒതുക്കി വെച്ച് കുറച്ച് ദിവസം ആൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെയാണ് എടുത്തു കൊടുക്കാറ്. ഞാൻ ഒറ്റയ്ക്ക് എടുക്കാൻ സമ്മതിക്കില്ല. കാരണം നമുക്കിതെല്ലാം ഒന്ന് സെറ്റായി കാണുമ്പോൾ ഒരു മനസമാധാനം കിട്ടാനില്ലേ, ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ വരാനുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഞാൻ ആളെ കൊണ്ട് തൊടിയിക്കാറില്ല. അപ്പോൾ ആൾക്കും ഈ പറഞ്ഞ പോലെ ആവശ്യമുള്ളത് മുമ്പിലേക്കും കുറച്ച് പഴയത് ബാക്കിലൊക്കെ ആക്കി ഒരുവിധം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജീൻസ് ആയിരുന്നു. ജീൻസ് ഈ പൊതുവേ എല്ലാവരും എന്താ കഥ എന്നറിയില്ല, ഏട്ടന് യൂസ് ചെയ്യാത്ത കുറേ എണ്ണം കുറച്ച് വർഷങ്ങളായിട്ട് അലമാരിയിൽ കിടക്കുന്ന കുറേ എണ്ണം ഉണ്ട്. പക്ഷേ അത് കളയാനും പാടില്ല. ആളതങ്ങനെ അങ്ങോട്ട് യൂസ് ചെയ്ത് ഞാൻ കാണാറുമില്ല. ഇപ്പോൾ എനിക്കായാലും കംഫർട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ല, അതായിരിക്കുമല്ലോ നമ്മൾ അധികം യൂസ് ചെയ്യുക. അപ്പോൾ എന്നാലും ഞാൻ അതിൽ നിന്ന് 1-2 എണ്ണമൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം കുറേ കാലമായിട്ട് ഇങ്ങനെ അവിടെ കിടക്കുക, അതിനും ബോറടിക്കൂലേ. അപ്പം ഞാൻ 2 എണ്ണം ഒക്കെ അതിന്ന് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി. അങ്ങനെ എല്ലാ ഭാഗവും സെറ്റാക്കി. അപ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം. നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനോ വിഷമോ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ക്ലീനിങ്ങിനും ഓർഗനൈസിങ്ങിനും ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈൻഡിന് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റാണ്.
ഞാനിതിങ്ങനെ എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ ഞാൻ ടെൻഷൻ വരുമ്പോൾ ഇതേപോലെ ക്ലീനിങ്ങിനൊന്നും നിൽക്കാറില്ല. ഇതിപ്പോൾ ചെയ്യണം എന്ന് കുറേ കാലമായിട്ട് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്. ആ മുകളിലിരിക്കുന്ന 2 ടോയിനെ കണ്ടോ? അതിൻ്റെ പേര് ചിൻഡു മിൻഡു എന്നാണ്. മക്കളുടെ ഒരു ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. സാധാരണ ബർത്ത്ഡേക്ക് കിട്ടുന്ന എല്ലാ ടോയ്സും അവരെടുത്ത് യൂസ് ചെയ്ത് ചളാക്കും. പക്ഷേ ഇതങ്ങനെ ചളാക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് അതിനെ അവിടെ തന്നെ വെച്ചു. അപ്പോൾ അത് ഈ കാണുന്നതൊക്കെ അലമാരയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഒഴിവാക്കിയതാണ്. അപ്പോൾ കുറച്ച് സ്പേസ് കിട്ടി. അല്ലെങ്കിലും നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് നമുക്ക് അധികം വരും. ഇത് എവിടെ നിന്ന് വന്നതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതിന് മുമ്പ് ഞാൻ ഈ വെച്ചതിലൊക്കെ മുകളിൽ വരെ മുട്ടി ഇങ്ങനെ. അപ്പോൾ ഞാൻ തന്നെ കരുതും ഇതൊക്കെ എവിടുന്നാണ് അത് വരുന്നത്. പക്ഷേ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് സ്പേസ് വന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ഇവിടെ തുറന്നു നോക്കിയപ്പോൾ ഇവിടെ ഏട്ടൻ്റെ ഷർട്ടിൻ്റെ സെക്ഷനാണ്. അത് കണ്ടിട്ട് എനിക്ക് ഇതൊക്കെ കഴിഞ്ഞല്ലോ എന്ന് കരുതിയെടുത്തത് ഇത് കണ്ടപ്പോൾ ആകെ തല കറങ്ങി. പക്ഷേ ഇന്നിനി അത് ചെയ്യാനുള്ള ടൈം എനിക്കില്ല. ആ ഒരു 11 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 3:30 ആ ഒരു സമയമായപ്പോഴും എൻ്റെ അത് കഴിഞ്ഞില്ല. കാരണം ഇനി കുട്ടികൾ വരാനായല്ലോ. അപ്പോൾ കരുതി ഞാൻ നിർത്തി. അപ്പോൾ അത് ഈ കാണുന്നത് എൻ്റെ LKGയിൽ പഠിക്കുമ്പോഴുള്ള എൻ്റെ ഫോട്ടോ ആണ്. ഞാനിതേ താഴത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ. കുറേ ആയി ഇത് ഒട്ടിച്ച് വെച്ചിട്ട്. പക്ഷേ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇപ്പം ഞാൻ എല്ലാവരും നന്നായിട്ടൊന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ചധികമായി ഞാനിപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ, സീ യു.